നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഈശോയെയാണ് നാം ഇന്ന് സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്നത്. ഫരിസേയന്റെ വീട്ടിൽ അതിഥിയായി വിരുന്നിനെത്തിയ ഈശോ കൈകൾ കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി ഫരിസേയൻ ഈശോയുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഭക്തിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും പൊള്ളത്തരങ്ങളും കാപഢ്യവും ഈശോ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ. പാത്രങ്ങളുടെയും കോപ്പകളുടെയും പുറം കഴുകി വൃത്തിയാക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും ദുഷ്ടതയുമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് ഈശോ അവരോട് പറയുന്നു. അവ കഴുകി വൃത്തിയാക്കുവാനാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് ഈശോ അവരെ ഉപദേശിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നിയമം മാത്രം പാലിക്കുന്നതിൽ താല്പര്യമുള്ള നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഉള്ളത്തിൽ നിറയെ വക്രതയും ആസക്തികളുമാണെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ദാനധർമ്മങ്ങൾ പോലെയുള്ള സത്കൃത്യങ്ങളിൽ മുഴുകിക്കൊണ്ട് കളഞ്ഞുപോയ ജീവിത വിശുദ്ധി നേടിയെടുക്കുവാൻ ഈശോ അവരെ ആഹ്വാനം ചെയ്യുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അകം നന്നെങ്കിലേ പുറം നന്നാകൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മുടെ ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത്. സംഘർഷങ്ങളും കലഹങ്ങളും കാഴ്ചകളും അക്രമങ്ങളും അനീതിയുമെല്ലാം നമുക്ക് ചുറ്റിലുമുള്ള കാഴ്ചകളെ മങ്ങിപ്പിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പുറം കാഴ്ചകളിലെ പൊള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുവാൻ ഏറെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലം. നമ്മുടെ പേരിനും പ്രശസ്തിക്കും ഹൂങ്കിനും വേണ്ടി നാം നടത്തുന്ന പല പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് എത്രയോ അകലെയാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ആന്തരിക വിശുദ്ധിയെ തെളിമയുള്ളതാക്കി മാറ്റുന്നതായിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്കും ഉള്ളത്തിലേക്കും ഒന്ന് കടന്നു ചെല്ലാം. നമ്മുടെ മനസാക്ഷി നമ്മെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രവിക്കാം. മിഴികൾ അടച്ചുകൊണ്ട് ആ കാഴ്ച കാണുമ്പോൾ, ആ കേൾവിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളവയിലേക്ക് ഈശോ ഉറ്റുനോക്കുന്നുണ്ടാകും. ആരാണ് നീ? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, നമ്മുടെ വിശുദ്ധിക്ക് കളങ്കമേൽക്കുന്ന, നമ്മെ തന്നെ പരിക്കേൽപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മിലുണ്ട്. അസൂയ, സ്വാർത്ഥത, കുറ്റം പറച്ചിൽ, അഹങ്കാരം തുടങ്ങിയവയെല്ലാം നമ്മുടെ അകത്തെ മാലിന്യമുള്ളതാക്കി മാറ്റുന്നു. അവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും അടർത്തി മാറ്റി പകരം നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹം, ക്ഷമ, സഹനം, ത്യാഗം, നന്മ തുടങ്ങിയ ദൈവിക സുഹൃതങ്ങളാൽ നമുക്ക് അലങ്കരിക്കാം. അതിനായി ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ധാരാളമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അതോടൊപ്പം ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളത്തെ, നമ്മുടെ അകക്കാഴ്ചകളെ ഏറ്റവും സുഗന്ധപൂരിതമാക്കുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യാം. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.